ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു തലക്കറി വെക്കുന്നതെന്നാണ് കേട്ടോ. നമ്മുടെ മീനിൻ്റെ തലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല പാകത്തിന് എരിവും പുളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഫിഷ് തലക്കറി. അപ്പം നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് വറ്റമീൻ്റെ തലയാട്ടോ. അതൊരു 2 കിലോ ഉണ്ട്. നല്ല കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളം ഊറാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 കിലോ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം വെളുത്തുള്ളിയും അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയുള്ളി കുറച്ചധികം ഒരു 2 കൈപ്പിടിയോളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 കിലോ മീനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1-2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. പിന്നെ ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഒരു 10-12 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പൊടീൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതേ വാട്ടുന്ന സമയത്ത് നമ്മൾ പൊടികൾ അടിയിലൊന്നും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണല്ലേ. അത് കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇങ്ങനെ കിടന്ന് കളറൊക്കെ ഒന്ന് മാറി നമുക്ക് വേറൊരു ടേസ്റ്റ് തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താക്കും, ആ പൊടികളൊക്കെ ഒന്ന് അവിടെ നിന്ന് ഇളകി വന്ന് ഇനി വേറെ പണിയൊന്നുമില്ല. ഞാൻ തക്കാളി ഒന്ന് വാടി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വാടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കുക, അടുപ്പ് ഓഫ് ചെയ്യുക. പിന്നെ നന്നായിട്ട് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറെടുക്കാം. അത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് വാടി നമ്മുടെ തലക്കറിക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണിയാൻ വേണ്ടി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറെടുക്കുക. നമ്മുടെ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കങ്ങനെ ക്രംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് കിട്ടണം. എന്നിട്ട് മസാലയൊക്കെ അരച്ചിട്ട് അത് ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നമ്മുടെ സെയിം പാത്രം നമ്മുടെ ഉരുളി എടുക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉലുവേൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നമ്മുടെ മസാല അടിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഉണ്ടാവും. അതൊക്കെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ റെഡിയാവും കേട്ടോ. നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം ഞാനിപ്പം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇപ്പം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ഞാൻ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിന് ശേഷം ഞാൻ ഒഴിക്കുന്നത് നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളം കേട്ടോ. ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിക്കേണ്ട, ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇനിയും വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് ഇനി നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആണ് ഞാൻ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അത് 2 വലിയ കഷ്ണം കുടംപുളി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ തല കഷ്ണം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മസാലയും നമ്മുടെ ആ മീനിനും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അത് അടിപൊളി കറിയായിരുന്നു കേട്ടോ. നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ
എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ആ മീനൊന്ന് മുങ്ങാൻ പാകത്തിനുള്ള കുറച്ചും കൂടെ വെള്ളം. ഇപ്പോഴാണ് ഞാൻ ലാസ്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിർത്തിയത്. ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ മൂടി തുറന്നിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റോളം ഞാനത് മൂടി വെച്ചിട്ട് തന്നെയാണ് വേവിച്ചത്. ഞാൻ തുറന്ന് വെച്ചിട്ട് നമുക്കിനി ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ, ഇത് ഇനി നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കയ്യിലിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറിവേപ്പിലിടുക, ഞാൻ പിന്നെ മല്ലിച്ചപ്പ് ഇടും കേട്ടോ. മല്ലിച്ചപ്പ് എല്ലാവരും ഒന്നും മീൻ കറിയിൽ ഇടാറില്ല, പക്ഷേ നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ മീൻ കറിയിൽ മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് അതിൻ്റെ തിള വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മീൻ കറി, നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ മസാല അരച്ച് വെക്കുന്നതിൻ്റെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളത് ഉച്ചയ്ക്ക് മാത്രമല്ല, ഉച്ചയ്ക്ക് എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.